ഹായ് ഹലോ വണക്കം. വെൽക്കം ടു സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോയിൽ ഇന്നൊരു സിനിമാ വിശേഷമല്ല നമ്മൾ സംസാരിക്കുന്നത്, മറിച്ച് ഒരു സ്വയം വിലയിരുത്തലാണ്. ഒരു സ്വയം വിലയിരുത്തൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ തമ്പനയിലിൽ കണ്ടിരിക്കാം, ഒരു സബ്സ്ക്രൈബർ പോലും പ്രതീക്ഷിക്കാത്ത എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളൊരു തമ്പനയിലാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കുള്ള ആ ഒരു 10 സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട്, അവർക്ക് എല്ലാവിധ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. അതിനു മുമ്പായിട്ട് ദയവായി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ ചാനൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണാനായിട്ട് വന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ദയവായി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം. എല്ലാ യൂട്യൂബേഴ്സിനെ പോലെ, അതായത് ബിഗിനറായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാ വ്യക്തികളെ പോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ഞാൻ തിരഞ്ഞെടുക്കുകയും, അതായത് സിനിമ എന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊക്കെ അറിയാം, ഒരു ദിവസം തന്നെ ഇപ്പോൾ ഞാനൊരു 2-3 സിനിമ കാണാനായിട്ട് സമയം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും മിസ് ചെയ്യാത്ത ഒരാളാണ്. അതായത് ഈവൻ ഫോണിൽ പോലും, തിയേറ്ററിലൊന്നും ഞാൻ പറയുന്നില്ല, ഫോണിലായിരുന്നിരുന്നാൽ പോലും ഇപ്പോൾ OTT റിലീസ് മൂവീസൊക്കെ ഞാൻ ഒരു ദിവസം തന്നെ ഒരു 2-3 സിനിമകൾ കാണാനായിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അത് മിസ് ചെയ്യാത്ത ഒരാളാണ്. എന്നിട്ട് ഞാൻ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളുമായി ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ഒരുപാട് അതേപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ട് അതെനിക്കൊരു യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായി എനിക്ക് ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൂടാ എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് സത്യത്തിൽ ഈ ഒരു സെക്കൻഡ് ഷോ എന്നൊരു ചാനലിന്റെ തുടക്കം സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഒരു ബിഗിനേഴ്സിനും ഒരു പ്രതീക്ഷയുണ്ടാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും ഈ ചാനലിൽ. അതായത് ഞാൻ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയും. ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഇപ്പോൾ സിം കാർഡിലുള്ള കോണ്ടാക്ട്സ് ഉൾപ്പെടെ, ജിമെയിലുള്ള കോണ്ടാക്ട്സ് ഉൾപ്പെടെ എനിക്കിപ്പോൾ ഒരു 500-ലധികം കോണ്ടാക്ട്സുകൾ എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഒരു വീഡിയോ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയാണെങ്കിൽ മിനിമം ഒരു 500 പേരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടാകാം. ക്ഷമിക്കണം, ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ സ്റ്റാറ്റസ് കാണുന്ന ഒരു 500-ലധികം പേരുണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്കിപ്പോൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ വെറും 10 സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? കാരണം നമ്മുടെയൊക്കെ ഒരു വിശ്വാസമാണ്. എന്നെപ്പോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്കുള്ള ഒരു പരാതിയാവും ഇത്. കാരണം ഒരുപാട് പേർക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ ഫാമിലി, എന്നെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഉറപ്പായും എൻ്റെ വീഡിയോ കാണും, സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും എന്നൊക്കെ എന്നെ പോലെ തന്നെ ഒരുപാട് പേരത് വിശ്വസിക്കുന്നുണ്ടാവാം. പക്ഷെ ആ വിശ്വാസങ്ങളെല്ലാം തെറ്റുന്ന ഒരു നിമിഷമുണ്ട്. കാരണം ഇത്രയധികം സുഹൃത്തുക്കളും ഇത്രയധികം ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിട്ട് പോലും വെറും 10 സബ്സ്ക്രൈബേഴ്സും ഒരു വീഡിയോയുടെ വ്യൂ എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു 100 വ്യൂ പോലും ആവാത്ത ഒരു അവസ്ഥയിലുമാണ് ഇപ്പോൾ എൻ്റെ ഈ ചാനൽ നീങ്ങുന്നതെന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള മടിയുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാണ് ഈ ഈഗോ? ഛേദമില്ലാത്ത ഒരു ഉപകാരം, അതായത് നഷ്ടമില്ലാത്ത ഒരു ചെറിയൊരു ഉപകാരം ചെയ്യുന്നതിൽ എന്തിനാണ് നിങ്ങൾ ഈ മടിക്കുന്നത്? ഞാൻ ആരെയും കമ്പൽ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സിനിമ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ സിനിമ റിവ്യൂസിനെ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ യൂട്യൂബ് പോലും ഇഷ്ടമില്ലാത്ത എത്രയോ അധികം ആൾക്കാരുണ്ടാകാം, അല്ലെ? ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു സിനിമയ്ക്ക് പോകണം എന്ന് ഞാൻ ഒരിക്കലും ആരെയും കമ്പൽ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഞാൻ ചെയ്യുന്ന റിവ്യൂ സത്യസന്ധമാണെന്നോ ഇതാണ് ആ സിനിമയുടെ അവസാന വാക്കെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. മറിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂട്യൂബിൽ ഒരു ബിഗിനറായി ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഒരു സഹായം മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ സത്യത്തിൽ ഞാൻ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയധികം സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും ഉള്ള എനിക്ക് എങ്ങനെയായിരുന്നിരുന്നാലും ഒരു 100 സബ്സ്ക്രൈബേഴ്സ് മിനിമം എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. പക്ഷെ തീർച്ചയായിട്ടും
ഒരുപാട് മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു 10 സബ്സ്ക്രൈബറിൽ ചുരുങ്ങി അതവിടെ സ്റ്റക്കായി നിന്ന ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, മറ്റാരെയും ഞാൻ പറയുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ വാ തോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. കാരണം എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഓരോ ഫ്രെയിംസിൻ്റെ ഇടയിൽ എത്ര കട്ട്സ് വരുന്നു, എത്ര കട്ടുകൾ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ ഇതിൽ നിന്നും എണ്ണിയെടുക്കാനായിട്ട് കഴിയും. കാരണം ഒരു സെന്റൻസ് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 10 അക്ഷര പിശകുകൾ എനിക്ക് വന്നേക്കാം. ഞാൻ എന്നിട്ട് അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കുകയും അങ്ങനെ പറയാം ഇങ്ങനെ പറയാം എന്നൊക്കെ ആലോചിച്ച് സത്യത്തിൽ ഞാൻ അങ്ങനെയാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അത്രത്തോളം ഒരു ഹാർഡ് വർക്ക് എന്ന് തന്നെ എനിക്ക് തീർച്ചയായിട്ടും എനിക്കത് പറയാനായിട്ട് കഴിയും. പിന്നെ എന്തിനാടാ കഷ്ടപ്പെട്ട് നീ ഇത് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ടാവും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സിനിമ കാണുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതും ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പോണ്ടിച്ചേരിയിൽ സെറ്റിൽഡാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ റിലീസാവുന്ന മലയാള പടങ്ങൾ പോലെ ഒരിക്കലും പോണ്ടിച്ചേരിയിൽ മലയാള പടങ്ങൾ അധികമായി റിലീസാവില്ല. മലൈക്കോട്ടൈ വാലിബൻ എന്ന പടം പോലും 25-ാം തീയതി ഞാൻ റിലീസ് പ്രതീക്ഷിച്ചു. റിലീസായി. എന്നിരുന്നാൽ പോലും റിലീസായ ഒരു ടൈം, അതിൻ്റെ ഒരു ഷോ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 9:45 ഒരൊറ്റ ഷോ മാത്രമാണ് മലൈക്കോട്ടൈ വാലിബൻ എന്ന ചിത്രത്തിനുണ്ടായിരുന്നത്. അതിന് മുൻപേ ഞാൻ ഒരുപാട് ആഴ്ചകൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി മലൈക്കോട്ടൈ വാലിബൻ എന്ന ചിത്രം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു റിവ്യൂ ആയിട്ട് വരാമെന്നൊക്കെ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്ത് ഞാൻ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടിരുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. കാരണം ഒരൊറ്റ ഷോ മാത്രമാണ്, അതും രാത്രി 9:45. അപ്പോൾ ഞാൻ ഒരുപാട് മാനസികമായിട്ട് ഞാൻ ഒരുപാട് തളർന്നു പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉള്ള ഒരുപാട് റിവ്യൂവേഴ്സ് രാവിലെ തന്നെ മോർണിംഗ് ഷോ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4:30-ക്കോ 4:45-നോ ഒക്കെ അതിൻ്റെ മോർണിംഗ് ഷോ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ആ സിനിമ കാണുകയും അതിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ നല്ലതായാലും മോശമായാലും അത് പങ്കുവയ്ക്കുകയും അതിൻ്റെ ആ ഒരു റിയാലിറ്റി എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. പിന്നെ ഞാൻ ഈ 9:45 പോയി സിനിമ കണ്ട് എങ്ങനെയായിരുന്നിരുന്നാലും ആ സിനിമ കഴിയുമ്പോൾ രാത്രി 1 മണിയാവും. അടുത്ത ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ ഇത് എത്തിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചൂട് നഷ്ടപ്പെട്ടേക്കാം എന്നാലോചിച്ചിട്ട് ഞാൻ ഒരുപാട് മാനസികമായിട്ട് തളർന്നു പോയി. എന്നിരുന്നാൽ പോലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ള എൻ്റെ അതിയായ ഒരു ആവേശം കാരണം ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുകയും അതിൻ്റെ അടുത്ത ദിവസം ഞാൻ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സംഭവങ്ങളാണ് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചത്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ലൈക്കും കമൻസും ഒക്കെ പ്രതീക്ഷിച്ച എനിക്ക് വളരെ വളരെ കുറഞ്ഞ അളവിലാണ് അതെല്ലാം ലഭിച്ചതെന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരുവിധ മടിയുമില്ല. യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം അനുസരിച്ച് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സുമാണ് യൂട്യൂബ് അവകാശപ്പെടുന്നത്. അതായത് 365 ദിവസത്തിനുള്ളിൽ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൺ ആകും. അതിനുശേഷമാണ് ഇതിൽ നിന്ന് റവന്യൂ കിട്ടിത്തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത്. ഈ 4000 മണിക്കൂർ മോണിറ്റൈസേഷൻ എന്നുള്ള കാര്യം നമ്മൾ മാറ്റി നിർത്താം. കാരണം അത് നമ്മൾ ചെയ്യുന്ന ഒരു കോണ്ടന്റിനനുസരിച്ചാണ്. നമ്മൾ ചെയ്യുന്ന ആ ഒരു ക്രിയാത്മകത, ഒരു ക്രിയേറ്റിവിറ്റി നല്ലതാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർ കണ്ടിരിക്കൂ. നമുക്ക് ഒരാളുടെയും അടുത്ത് പോയിട്ട് പറയാനായിട്ട് ഒരിക്കലും കഴിയില്ല, ഇത് ഉറപ്പായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം എന്നൊരിക്കലും പറയാനായിട്ട് കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ആ ഒരു ക്രിയേറ്റിവിറ്റി നല്ലതാണെങ്കിൽ മാത്രം മറ്റുള്ളവർ കണ്ടിരിക്കും. എന്നിരുന്നാൽ മാത്രം കിട്ടുന്ന ഈ ഒരു 4000 മണിക്കൂർ വാച്ച് അവർ എന്നുള്ളത്. പക്ഷെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം വരുന്നത്. കാരണം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എന്നെ പോലെ തന്നെ പലരും ഇത് നിസ്സാരമായിട്ട് കാണുന്നുണ്ടാവാം. കാരണം നമുക്കെല്ലാം അത്രയധികം ഉറപ്പുണ്ട്. കാരണം ഇത്രയും സുഹൃത്തുക്കളുണ്ടല്ലോ, ഇത്രയധികം ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ വീഡിയോയിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള ഒരു നിലയിൽ ഇപ്പോൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാത്തിടത്തോളം ഒരു സമയത്ത് ആ വീഡിയോ ഇപ്പം മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഇപ്പം നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഒരു വ്യൂ സബ്സ്ക്രൈബേഴ്സോ കിട്ടാനായിട്ട് ഒരുപാട് തന്നെ കാലതാമസം വരും. പക്ഷെ നമുക്ക് ഉറപ്പാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മളെ അറിയാന്നുള്ള ഫ്രണ്ട്സോ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നുള്ളൊരു വിശ്വാസം എന്നെ പോലെ തന്നെ പലർക്കും ഉണ്ടാകും.
അത് കിട്ടാതെ വന്നതിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. മറ്റെത്ര പേര് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടുമായി ഞാൻ പറയുകയാണ്. കാരണം ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എൻ്റെ റിവ്യൂ കണ്ട് അതൊരു അവസാന വാക്കായിട്ട് നിങ്ങൾ പോയി ആ സിനിമ കാണണം എന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഫാമിലി ആയിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണമെങ്കിൽ മിനിമം ഒരു 2000 അല്ലെങ്കിൽ ഒരു 3000 രൂപയില്ലാതെ നമുക്കൊരു സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ആ കാശ് മുടക്കുന്നതിന് മുമ്പ് 1, 2, 3 പേരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് പോകാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൽ ഒരു റിവ്യൂവർ ആയിട്ട് എന്നെ ദയവായി നിങ്ങൾ പരിഗണിക്കുക. ഒരു സിനിമ കണ്ട് സത്യസന്ധമായ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഉറപ്പായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്ക്, ഒരു കമന്റ് കൂടെ ചെയ്യാനായിട്ടും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ പ്രോത്സാഹനവുമാണ് എന്നെ പോലെ ഓരോ ബിഗിനേഴ്സിനും, ഓരോ യൂട്യൂബിൽ ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫെബ്രുവരി മുതൽ നല്ല 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 സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. നല്ല നല്ല സിനിമകളുടെ നല്ല വിശേഷങ്ങളുമായി ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ മുന്നിൽ എത്തുന്നതാണ്, നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഓക്കെ, ചൂടുള്ള മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി സെക്കൻഡ് ഷോയുടെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.